വിശുദ്ധ അൽഫോൻസയുടെ ആത്മനിയന്താവായിരുന്ന ബഹുമാനപ്പെട്ട റോമുളൂസ് അച്ഛൻ തൻ്റെ വത്സലപുത്രിയെപ്പറ്റി പറയുന്നു. സാധാരണക്കാരുടേതിൽ കവിഞ്ഞ സ്നേഹമസൃണമായ ഒന്നായിരുന്നു അൽഫോൻസായുടെ ഹൃദയം. വിശുദ്ധ തന്നെ പറയുന്നു, എനിക്കുള്ളത് ഒരു സ്നേഹപ്രകൃതമാണ്. എൻ്റെ ഹൃദയം മുഴുവൻ സ്നേഹമാണെന്ന് തോന്നുന്നു. ഇന്നു മുതൽ ഇന്നയാളിനോട് പ്രത്യേക സ്നേഹം ഞാൻ പരിത്യജിക്കുന്നുണ്ട്. സ്വാഭാവിക സ്നേഹത്താൽ ആ ആളെ ഇനി ഞാൻ സ്നേഹിക്കുകയില്ല. സ്നേഹം വിവിധ അർത്ഥതലങ്ങളുള്ള ഒരു പദം. മാതാപിതാക്കൾ, ദമ്പതികൾ, മക്കൾ, കൂട്ടുകാർ, കമിതാക്കൾ, അയൽക്കാർ, അപരിചിതർ തുടങ്ങി പരസ്പരമുള്ള സ്നേഹത്തെ പല ഭാവങ്ങളിലാണ് മനുഷ്യർ മനസ്സിലാക്കുന്നത്, അനുഭവിക്കുന്നത്. എന്നാൽ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകജനതയെ അത്രമാത്രം സ്നേഹിച്ച് മക്കളാക്കിയ ദൈവം സ്വയം ദാനത്തിൽ നിന്ന് ഉയരുന്ന സ്നേഹം ഉൾക്കൊള്ളാൻ നമുക്ക് പ്രേരണയാകണം. അഹത്തെ ത്യജിച്ച് സത്തായത് അപരനിലേക്ക് പകരലാണ് സ്നേഹം. എന്നാൽ സ്നേഹത്തിൽ പൊതിഞ്ഞ ആത്മാവെന്ന അക്ഷയനിധിക്ക് ആവരണം മാത്രമായ ശരീരം ഉണ്മയായതിൽ നിന്നകുന്ന മണ്ണോളം താഴാൻ പോലും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ഏകാഗ്രത്തിൽ കേന്ദ്രീകൃതമായ സ്നേഹം മാത്രമാണ് ചിതറിക്കപ്പെടാതെ അചഞ്ചലമായി നിലകൊള്ളുന്നത്. ദൈവമെന്ന ഈ ഏകാഗ്രത്തിനും നമുക്കുമിടയിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നുവരുന്ന അനുഭൂതികളിലോ വിസ്മയ കാഴ്ചകളിലോ മനസ്സോ ശരീരമോ വലിച്ചഴയ്ക്കുന്ന വ്യക്തികളിലോ അങ്ങനെ സുഖം പകരുന്നവയിലൊക്കെയും അലയാൻ ആത്മദൃഷ്ടിയെ അനുവദിച്ചാൽ ഒരു പക്ഷേ നാമും ഇടറി വീഴാം. മനോഹാരിതയിലും വൈരൂപ്യത്തിലും മനസ്സിന് ആകർഷണം നൽകുന്നവയിലും അനാകർഷകമായവയിലുമെല്ലാം മുൾമുടിയണിഞ്ഞ യേശുവിൻ്റെ തിരുമുഖം കാണുന്നവർ ദൈവസ്നേഹം യഥാർത്ഥത്തിൽ പ്രസരിപ്പിക്കും. ഒപ്പം വിശുദ്ധ ബലിയിൽ ജനങ്ങൾക്കു നേരെ സുവിശേഷം തൻ്റെ മുഖമാക്കി മാറ്റി വചനവുമായി കടന്നു വരുന്ന വൈദികനെ പോലെ വചനമായവനെ മുഖമാക്കേണ്ടവരാണ് നാം. നമ്മെ കാണുന്നവർ ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, സ്വാഭാവിക ചായ്ച്ചിലുകളെ പരിത്യാഗത്തിൻ്റെ മൂശയിലിട്ടൊരുക്കി ദൈവികമാക്കി പകർത്തി ഹൃദയം മുഴുവൻ കരതീർന്ന സ്നേഹം നിറച്ച വിശുദ്ധ അൽഫോൻസാമ്മയെപ്പോലെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ അനുഭവം നുകരുന്നവരും പകരുന്നവരുമായി തീരാൻ ഭക്തിപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം.